ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നെക്സ്റ്റ് ജെൻ വിസ്ഡം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഗണിതത്തിലെ 2ാമത്തെ ചാപ്റ്ററാണ് സംഖ്യാലോകം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കയ്യിൽ കുറേ മിഠായികളുണ്ടെന്ന് കരുതാം. അത് എണ്ണാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയായിരിക്കും? സംഖ്യകളില്ലാത്തൊരു ലോകം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അല്ലേ? ഇന്ന് നമ്മൾ ചെറിയ അക്കങ്ങളിൽ തുടങ്ങി മില്യണും ബില്യണും വരെയുള്ള വലിയ സംഖ്യകളുടെ മാന്ത്രിക ലോകമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. പേരും പെരുമയും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സംഖ്യകൾ ഏതൊക്കെയാണെന്ന് അറിയാലോ. ഈ നിങ്ങൾക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഇനി ഇതിനപ്പുറം വേറെ സംഖ്യകളുണ്ടോ? നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് നമ്പേഴ്സ് എഴുതുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കൂ, ചെറിയ സംഖ്യയിൽ നിന്ന് തുടങ്ങി വലിയ സംഖ്യയിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഇതിനെ വലുതാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കാം. നോക്കൂ, 1, 10 കണ്ടോ, അതിന് 10, പിന്നെ 100 എന്ന് എഴുതാം, അതിന് 100, പിന്നെ 1000, 1000, 10000, 10,000. ഇങ്ങനെ നമ്മൾ ഒരു 1ൻ്റെ വലതുഭാഗത്ത് നമ്മൾ പൂജ്യങ്ങൾ ചേർത്ത് നമ്പറുകളെ വലുതാക്കിക്കൊണ്ടിരുന്നു. ഇപ്പം നമുക്ക് 10000 വരെ എത്തി. ഇതിനെ നമുക്കൊരു ടേബിൾ രൂപത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നോക്കൂ, ഈ പട്ടിക കണ്ടോ, നമ്മൾ 1ൽ നിന്ന് തുടങ്ങി 10000ത്തിലേക്ക് വലത്തു നിന്ന് ഇടതുഭാഗത്തേക്കാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ഇടത്തോട്ട് നീങ്ങുന്തോറും ഈ 1ൻ്റെ അക്കത്തിൻ്റെ സ്ഥാനം നീങ്ങുന്നു. അത് നമുക്കറിയാം അല്ലേ? ഓരോ 1ഉം ഇടത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീങ്ങുമ്പോൾ 10 മടങ്ങാണ് ഓരോ പ്രാവശ്യവും വർദ്ധിക്കുന്നത്, വലുതായിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, 1, 10, 10ൽ എത്ര പൂജ്യമുണ്ട്? ഒരെണ്ണം. 100ൽ 2 പൂജ്യം. 1000ൽ 1 എഴുതി കഴിഞ്ഞാൽ 3 പൂജ്യം. 10000ൽ 1 എഴുതി 4 പൂജ്യം എഴുതി. അങ്ങനെ നമുക്ക് പട്ടിക എഴുതാം. അപ്പോൾ കണ്ടോ സംഖ്യകൾ എങ്ങനെയാണ് വലുതായിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇനി ഇതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല, നമുക്ക് ഇനിയും പൂജ്യങ്ങൾ അതിനകത്ത് ചേർത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മൾ 10000ൽ 4 പൂജ്യങ്ങൾ കണ്ടു. ഇനി 5 പൂജ്യമാണെങ്കിലോ നമ്മൾ എന്ത് വായിക്കും? 1,00,000 എന്ന് വായിക്കും. ഇനി ഒരെണ്ണം കൂടി ഇട്ട് കഴിഞ്ഞാൽ, അതായത് 6 പൂജ്യമാണെങ്കിൽ എത്ര വരും? 10 ലക്ഷം. പിന്നെ 7 പൂജ്യം 1ൻ്റെ വലതുഭാഗത്ത് വരികയാണെങ്കിൽ അതിനെന്ന് വായിക്കും? 1 കോടി എന്ന് വായിക്കാം, അഥവാ ക്രോർ എന്ന് വായിക്കാം. ഇനി നമ്മളിത് വീണ്ടും ഇതിനെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി. ഇത് ലക്ഷത്തിന് തുടങ്ങിയിട്ടുള്ളതിൻ്റെയാണ് പട്ടിക വരുന്നത്. അപ്പോൾ 1 ലക്ഷത്തിന് നോക്കൂ, ലക്ഷത്തിൻ്റെ അവിടെ 1 എന്ന് എഴുതിയിട്ട് വലതു ഭാഗത്തേക്ക് നമ്മൾ 5 പൂജ്യം ഇടുന്നു. 10 ലക്ഷത്തിൽ 1 എന്ന് എഴുതിയിട്ട് വലതു ഭാഗത്തേക്ക് 6 പൂജ്യം ഇടുന്നു. 1 കോടി 1 എന്ന് എഴുതി കഴിഞ്ഞാൽ വലതു ഭാഗത്തേക്ക് 7 പൂജ്യം ഇടുന്നു. ഇങ്ങനെ ഇനിയും നമുക്ക് ചേർക്കാം അല്ലേ? ഇനിയും പൂജ്യം ചേർത്ത് കഴിഞ്ഞാൽ അതിനെന്ത് വായിക്കും? 1 കോടി കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് എന്ത് വായിക്കാം? 10 കോടി എന്ന് വായിക്കാം. ഒരെണ്ണം കൂടിയിട്ട് എന്ത് വായിക്കും? 100 കോടി എന്ന് വായിക്കാം. അങ്ങനെ നമുക്ക് കൂട്ടി കൊണ്ടുവരാം. ഇനി നോക്കൂ, നമ്മൾ ഇന്ത്യയിലാണ് ഇപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മൾ വായിച്ചത്. എന്നാൽ വിദേശത്ത് നമ്മൾ ഈ നമ്പറുകൾ വായിക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ 1 ലക്ഷത്തിന് 5 പൂജ്യമാണ് ഉണ്ടായിരുന്നത്, നമ്മൾ 1 ലക്ഷം എന്ന് വായിച്ചു. എന്നാൽ വിദേശത്ത് എന്ത് വായിക്കാന്നറിയോ? 100,000, അതായത് 100,000 എന്ന് വായിക്കും. ഇനി 10 ലക്ഷത്തിനാണെങ്കിൽ വിദേശത്ത് മില്യൺ എന്നാണ് വായിക്കുക. ഇനി 1 കോടിക്കാണെങ്കിൽ 10 മില്യൺ എന്ന് വായിക്കും. 10 കോടിക്കാണെങ്കിൽ 100 മില്യൺ എന്ന് വായിക്കും. ഇനി 100 കോടിക്കാണെങ്കിൽ എന്ത് വായിക്കും? ബില്യൺ എന്നാണ് വായിക്കുക. ഇനി ഇവിടം കൊണ്ടും തീർന്നില്ല. തുടർന്ന് നമുക്ക് എന്തെഴുതാം? 10 ബില്യൺ, 100 ബില്യൺ എന്നിങ്ങനെ 1000 ബില്യനെ വേറൊരു പേരും കൂടെ വിളിക്കും. എന്താണെന്നറിയോ? ട്രില്യൺ എന്നും കൂടെ നമുക്ക് വിളിക്കാം. ഇനി നിങ്ങൾക്ക് രസകരമായൊരു കാര്യം കേൾക്കണോ? കുട്ടി സംഖ്യ. അമേരിക്കയിലെ ഒരു ഗണിത അധ്യാപകനായിരുന്നു എഡ്വേർഡ് കാസ്റ്റ്നർ. 9 വയസ്സുള്ള മരുമകൻ മിൽട്ടന് കണക്കിൽ താല്പര്യമുണ്ടാക്കാനായി അദ്ദേഹം അവനോട് ചോദിച്ചു, 1 കഴിഞ്ഞ് 100 പൂജ്യം ഇട്ടാൽ കിട്ടുന്ന സംഖ്യ എന്ത് വിളിക്കും? കുട്ടിയുടെ ഉത്തരം ഗൂഗിൾ എന്നായിരുന്നു. കാസ്റ്റ്നർ പിന്നീട് എഴുതിയ കണക്കും ഭാവനയും എന്ന പുസ്തകത്തിലൂടെ ഈ പേര് പ്രസിദ്ധമായി. ഇന്ന് ഇന്റർനെറ്റിൽ വിഷയങ്ങൾ തിരയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? ഗൂഗിൾ അല്ലേ? ഈ ഗൂഗിൾ എന്ന സംവിധാനത്തിന് പേരിട്ടത് ഈ സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഒരുപാട് വലിയ സംഖ്യകളുണ്ടെന്ന്. പക്ഷേ ഈ വലിയ സംഖ്യകളൊക്കെ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്കറിയോ? ഒരു ഉദാഹരണത്തിന് ഒരെണ്ണം പറയാം. നമ്മുടെ കേരളത്തിൽ എത്ര ആളുകളുണ്ടെന്ന് നിങ്ങൾക്കറിയോ? 1 കോടിയാണോ? 2 കോടിയാണോ? അല്ല, 2011 കണക്ക് എടുപ്പനുസരിച്ച് ഏതാണ്ട് 3 കോടി 40 ലക്ഷം പേരാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതായത് ഏകദേശം 34 മില്യൺ ആളുകൾ. അങ്ങനെയാണെങ്കിൽ 34 മില്യൺ കേരളത്തിൽ മാത്രം. അപ്പോൾ ഇന്ത്യ മുഴുവൻ എടുത്താലോ? അതായത് 100 കോടിയേക്കാൾ അഥവാ 1 ബില്യനേക്കാളും കൂടുതൽ ആളുകൾ എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇത്രയും അധികം ആളുകളെ എണ്ണണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? നമുക്ക് നമ്പറുകൾ ആവശ്യമാണ് അല്ലേ? ഇനി ലോകത്തിൻ്റെ മുഴുവൻ എടുത്താലോ? ഏതാണ്ട് 800 കോടി അഥവാ 8 ബില്യൺ ആളുകളാണ് നമ്മുടെ ഈ ലോകം മുഴുവനുള്ളത്. ഇപ്പോൾ നമ്മൾ 1ൻ്റെ വലതുഭാഗത്ത് പൂജ്യങ്ങൾ ഇടുന്ന സംഖ്യകളെ എങ്ങനെ വായിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു.
ഇനി ഈ പൂജ്യങ്ങൾക്ക് പകരം പല പല നമ്പറുകൾ നമുക്ക് വരാം അല്ലേ. 1 മുതൽ 9 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് വരാം. അങ്ങനെയുള്ള സംഖ്യ വലിയ വലിയ സംഖ്യകളെ നമ്മളെങ്ങനെ വായിക്കും? ഉദാഹരണമായിട്ട് 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന നമ്പറാണ് തന്നിരിക്കുന്നത്. ഈ നമ്പർ നമുക്ക് എങ്ങനെ വായിക്കാം? അത് വലിയൊരു നമ്പറാണല്ലേ, എങ്ങനെ വായിക്കാം? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇടത് ഭാഗത്ത് നിന്നും ഓരോ നമ്പറായിട്ട് വായിച്ച് നോക്കാം. നോക്കി, ഇടത് ഭാഗത്ത് കിടക്കുന്നത് 3 അപ്പോൾ 3 എന്ന് വായിച്ചു. ഇനി ആദ്യത്തെ 2 നമ്പർ എടുത്തു. അപ്പോൾ എന്തെന്ന് വായിക്കാം? 36. 3 നമ്പറാണെങ്കിലോ 362. 4 നമ്പറാണെങ്കിലോ 3628. 5 നമ്പറാണെങ്കിൽ 36,288. ഇനി 6 നമ്പറാണെങ്കിലോ 3,62,880 എന്ന് വായിക്കാം. അപ്പോൾ ഈ നമ്പറിനെ ഇങ്ങനെ ഈ രീതിയിൽ എങ്ങനെ വായിക്കാമെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇനി ഇതിന് വേറൊരു രീതിയും കൂടി ഉണ്ട് നമുക്ക് വായിക്കാൻ. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ നമ്പറിനെ നമ്മൾ പട്ടിക രൂപത്തിൽ എഴുതി നോക്കുന്നതാണ്. അതിൽ ലക്ഷത്തിൻ്റെ അവിടെ കണ്ടോ 3, 10,000ത്തിൻ്റെ അവിടെ 6, 1000ത്തിൻ്റെ അവിടെ ഏറ്റവും അടിയിലത്തെ റോ നോക്കാം കേട്ടോ 2, 100ൻ്റെ അവിടെ 8, 10ൻ്റെ അവിടെ 8, 1ൻ്റെ അവിടെ 0. അപ്പോൾ നമുക്ക് എന്ത് വായിക്കാം? 3,62,880 എന്ന് നമുക്ക് വായിക്കാം. ഇനി ഇതേ നമ്പർ വായിക്കാനായിട്ട് നമുക്ക് മറ്റൊരു രീതിയും കൂടി ഉണ്ട്. കുറച്ചും കൂടി എളുപ്പമുള്ള രീതിയാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം 0 മുതൽ, അതായത് വലതുഭാഗത്ത് കിടക്കുന്ന 0 മുതൽ ഇടത്തോട്ട് നമ്മൾ 1, 10, 100, 1000, 10,000, ലക്ഷം അങ്ങനെ നമ്മൾ എവിടെ വരെ വായിക്കണം? 3 വരെയുള്ളത് വായിക്കണം. നമുക്ക് താഴെ തന്നിട്ടുണ്ട്. 0-നെ 1 എന്ന് വായിക്കുക, 8-നെ 10, വീണ്ടും അടുത്ത 8-നെ 100 എന്ന് വായിക്കുക, 2 1000, 6 10,000, 3-നെ ലക്ഷം എന്ന് വായിക്കുക. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റത്തെ ഡിജിറ്റ്, ആ ഫസ്റ്റത്തെ നമ്പർ എത്രയാണ്? 3 നമുക്ക് ലക്ഷമാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ ലക്ഷത്തിൻ്റെ അവിടെ അങ്ങോട്ട് വായിക്കാം. അപ്പോൾ ഇങ്ങനെ വായിക്കാം, നോക്കൂ, 3,62,880 എന്ന് നമുക്ക് വായിക്കാം. ഇതായിരിക്കും കുറച്ചും കൂടി എളുപ്പമുള്ള രീതി. ഇനി നമുക്ക് ഇതുപോലെയുള്ള നമ്പറുകൾ വായിക്കാൻ വേറൊരു രീതിയും കൂടി ഉണ്ട്. അതെങ്ങനെയാണെന്നറിയോ? അക്കങ്ങൾ എണ്ണിയിട്ടാണ് വായിക്കുന്നത്. ഒരു അക്ക സംഖ്യയാണെങ്കിൽ നമുക്കത് ഏതിൻ്റെ ഇടയിൽ വരും? 1 മുതൽ 9 വരെ ആയിരിക്കും. 2 അക്ക സംഖ്യയാണെങ്കിൽ നമുക്കറിയാം 10 മുതൽ 99 വരെയുള്ള നമ്പറുകളായിരിക്കും. 3 അക്ക സംഖ്യയാണെങ്കിൽ 100 മുതൽ 999 വരെ. 4 അക്കാണെങ്കിൽ 1000 മുതൽ 9999 വരെ. 5 അക്കാണെങ്കിൽ 10,000 മുതൽ 99,999 വരെ. 6 അക്കാണെങ്കിൽ 1,00,000 മുതൽ 9,99,999 വരെ. 7 അക്ക സംഖ്യയാണെങ്കിൽ 10 ലക്ഷം മുതൽ 99,99,999 വരെ. ഇനി ഇങ്ങനെ നമുക്ക് തുടരാം. ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകും. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ് 2, 3, 4, 5, 6, 7. ഇതെങ്ങനെ നമുക്ക് വായിക്കാം? ഇത് എത്ര അക്കങ്ങളുണ്ട് ഇതിനകത്ത്? എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6 അക്കങ്ങളാണുള്ളത്. നമ്മൾ മുൻപ് പഠിച്ചു 6 അക്ക സംഖ്യയാണെങ്കിൽ അത് ലക്ഷത്തിന് മേലെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കതെങ്ങനെ വായിക്കാം? 2,34,567 എന്ന് വായിക്കാം. ഇനി നോക്കൂ, ഈ ചൂടെ തന്നിട്ടുള്ള നമ്പറുകൾ നമുക്ക് വായിക്കണം. ഒന്നാമത് നോക്കൂ, 2023 ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള കുറഞ്ഞ ദൂരം എത്രയാണ്? 3,56,569 കിലോമീറ്ററും ഏറ്റവും കൂടിയ ദൂരം 4,06,458 കിലോമീറ്ററുമാണ്. രണ്ടാമത്തെ നോക്കൂ, 2011 കണക്കെടുപ്പ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ 3,34,06,061 ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ 121,08,54,977 ആണ്. മൂന്നാമത്തെ നോക്കൂ, 1 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലം 3,99,16,800 ആണ്. അടുത്ത് നോക്കൂ, പെരുകുന്ന സംഖ്യകൾ. നമുക്ക് 1, 2, 3 അങ്ങനെ 9 വരെ എഴുതി കഴിഞ്ഞാൽ എത്ര ഒരക്ക സംഖ്യകൾ കിട്ടും? 9 എണ്ണം. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് 99 വരെ എഴുതിയാലോ? നമുക്ക് 99 സംഖ്യകൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് ആദ്യത്തെ 9 എണ്ണം മാറ്റി കഴിഞ്ഞാൽ 10 മുതൽ 99 വരെ നമുക്ക് എത്ര രണ്ടക്ക സംഖ്യകൾ കിട്ടും? അതെങ്ങനെ കണ്ടുപിടിക്കാം? 99 - 9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 കിട്ടും. 90 രണ്ടക്ക സംഖ്യകൾ 10 മുതൽ 99 വരെ ഉണ്ടെന്ന് കിട്ടി. ഇനി 1, 2, 3 അങ്ങനെ എഴുതി നമ്മൾ 999 വരെയുള്ള നമ്പറുകൾ എഴുതുകയാണെങ്കിൽ എത്ര സംഖ്യകളുണ്ട്? മൊത്തം നമുക്കറിയാം 999 സംഖ്യകളുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് ആദ്യത്തെ ഒരു 99 നമ്പറുകൾ നമ്മൾ അതിൽ നിന്ന് കളയാണ്. അപ്പോൾ 100ാമത്തെ നമ്പർ ഏതായിരിക്കും? 100 മുതൽ 999 വരെ നമുക്ക് എത്ര നമ്പറുകൾ കിട്ടും? എങ്ങനെ കണ്ടുപിടിക്കാം? 999 - 99 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 900 3 അക്ക നമ്പറുകൾ നമുക്ക് കിട്ടും.
ഇനി മറ്റൊരു കണക്കാണ് പറയുന്നത്. നമുക്കൊരു നിസ്സാരമായിട്ട് ചോദ്യം ചോദിക്കുകയാണ്. 1, 3 എന്നീ അക്കങ്ങൾ വരുന്ന എത്ര രണ്ട് അക്കസംഖ്യകൾ ഉണ്ടെന്നാണ്. നമുക്ക് എങ്ങനെ എഴുതാം? 1 13 എന്ന് എഴുതാം, 1 31 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം, 1, 3, 5 എന്നീ മൂന്നക്കങ്ങൾ വരുന്ന എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്ന്. അപ്പം നമുക്ക് 1, 3 ഉപയോഗിച്ച് 13, 31 അറിയാം. ഇതിൻ്റെ ഇടയിൽ 5 നമുക്ക് ചേർത്താൽ മതി. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ചേർക്കാം? ഉദാഹരണമായിട്ട് ആദ്യം 13ൻ്റെ എടുക്കുക കേട്ടോ. തന്നിരിക്കുന്ന ആദ്യത്തെ ചിത്രം നോക്കുക. ആദ്യം 13 എടുക്കുക. 5നെ നമ്മൾ ആദ്യം ചേർത്തു, അപ്പോൾ 513 എന്ന് കിട്ടി. ഇനി നടുക്ക് ചേർത്താൽ നമുക്ക് 153 എന്ന് കിട്ടി. അവസാനം ചേർത്താൽ നമുക്ക് 135 എന്ന് കിട്ടി. അപ്പോൾ 13ൻ്റെ കഴിഞ്ഞു. ഇനി 31ൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ 5 എഴുതേണ്ടത്. ആദ്യം നമ്മൾ 5 ആദ്യം എഴുതി, അപ്പോൾ നമുക്ക് 531 എന്ന് കിട്ടി. പിന്നെ നടുക്ക് എഴുതി, അപ്പോൾ 351 എന്ന് കിട്ടി. പിന്നെ അവസാനം എഴുതുമ്പോൾ 315 എന്നും കിട്ടും. അങ്ങനെ മൊത്തം എത്ര രീതിയിൽ ഇപ്പോൾ നമ്മൾ എഴുതി? 6 രീതിയിലാണ് എഴുതിയത്. അപ്പോൾ 1, 3, 5 എന്നുള്ള 3 നമ്പറുകളെ നമുക്ക് 6 രീതിയിൽ നമുക്ക് മൂന്നക്ക സംഖ്യകളാക്കി എഴുതാം. ഇപ്പോൾ നമ്മൾ 1, 3, 5 ഉപയോഗിച്ചിട്ടുള്ള മൂന്നക്ക സംഖ്യകൾ കഴിഞ്ഞു. ഇനി 1, 3, 5, 7 എന്ന് വരുന്ന നാലക്ക സംഖ്യകൾ എത്ര എണ്ണം കണ്ടുപിടിക്കാമെന്നാണ് ചോദ്യം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം നോക്കിയേ. 1, 3, 5 വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് നമ്മൾ കണ്ടുപിടിച്ചു? 6 എണ്ണം ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഓരോന്നിലും 7 ഏതൊക്കെ സ്ഥാനങ്ങളിൽ നമുക്ക് ചേർക്കാൻ പറ്റും? ജസ്റ്റ് ഈ 3 നമ്പറിൻ്റെ എവിടെയൊക്കെ 7 വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ആദ്യം വരാം, അത് കഴിഞ്ഞിട്ട് 1, പിന്നെ വീണ്ടും 7 വേണമെങ്കിൽ വരാം, പിന്നെ നമുക്ക് 3 വരാം, അല്ലെങ്കിൽ 3ൻ്റെ 5ൻ്റെ ഇടയിൽ 7 വരാം, ഇല്ലെങ്കിൽ 5 കഴിഞ്ഞിട്ട് ലാസ്റ്റ് 7 വരാം. അങ്ങനെ 4 പൊസിഷനാണ് 7ന് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്പറുകൾ കിട്ടാമെന്ന് നോക്കാം. നോക്കൂ, ഈ തന്നിരിക്കുന്ന നമ്മൾ 6 രീതികൾ, 3 നമ്പർ വെച്ചിട്ടുള്ള 6 രീതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുന്നത്തെ കണക്കിൽ കണ്ടിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഈ 7 ആഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പറുകളൊക്കെ കിട്ടും. അപ്പോൾ മൊത്തം എത്ര എണ്ണം കിട്ടുന്നുണ്ട്? 24 നമ്പറുകളാണ് കിട്ടുന്നത്. കണ്ടോ? അപ്പോൾ നമുക്കിത് എങ്ങനെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം? 6 × 4 ചെയ്ത് നമുക്ക് 24 സംഖ്യകളാണ് ഈ അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് എഴുതാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് കിട്ടും. ഇനി ഇതേ മോഡലിൽ തന്നെ 1, 3, 4, 5 എന്നീ അക്കങ്ങളാണ് വരുന്ന നാലക്ക സംഖ്യകളെങ്കിൽ അവ എത്ര എണ്ണം ഉണ്ടാവും? അതിങ്ങനെ കണക്കാക്കാം. ഇപ്പോൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെ 4 × 6 ചെയ്യുക സമം 24 രീതിയിലാണ് നമുക്ക് നാലക്ക സംഖ്യകൾ കിട്ടുന്നത്. ഇനി നിങ്ങളോടൊരു ചോദ്യം. ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ 1 മുതൽ 9 വരെയുള്ള സംഖ്യകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എത്ര 9 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പല രീതിയിലെ നമ്പറുകളൊക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നോക്കി. ഇനി നിങ്ങളോട് ചോദ്യം, 0 വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കണക്കുകളെല്ലാം 0 എന്ന അക്കം അവർ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ഉദാഹരണത്തിന് 0, 1, 3 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ടെന്ന് എങ്ങനെ കണക്കാക്കും? നേരത്തെ നമ്മൾ പറഞ്ഞു 1, 3, 5 ഉപയോഗിച്ചിട്ട് നമ്മൾ എത്ര അക്കങ്ങളുണ്ടാക്കി? 6 അക്കങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൽ 5ന് പകരം 0 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു മൂന്നക്ക സംഖ്യയിൽ ആദ്യത്തെ നമ്പറിൽ ഒരിക്കലും 0 വരില്ല. അപ്പോൾ അങ്ങനെ വരാവുന്ന എത്ര സ്ഥാനങ്ങളുണ്ടായിരുന്നു? 2 നമ്പറുകൾക്കാണ് 0 മുന്നിൽ വരാൻ പാടില്ലാത്തത്. അപ്പോൾ ബാക്കിയുള്ള നമ്പറുകൾ എത്ര ഉണ്ടാവും? 6ൽ നിന്നും 2 എണ്ണം മൈനസ് ചെയ്താൽ നമുക്ക് 4 നമ്പറുകൾ കിട്ടും. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം, 0, 1, 3, 5 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന നാലക്ക സംഖ്യകളാണെങ്കിലോ? നമുക്കറിയാം 1, 3, 5 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന മൂന്നക്ക സംഖ്യകൾ 6 എണ്ണമാണുള്ളത്. അതിൽ ഓരോന്നിലും 0 3 സ്ഥാനങ്ങളിൽ ചേർത്തിട്ട് നമുക്ക് നാലക്ക സംഖ്യയാക്കാം. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര എണ്ണം വരും? ആകെ 6 × 3 18 സംഖ്യകളാണ് നമുക്ക് നാലക്ക സംഖ്യകൾ കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 0, 1, 3, 5 ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? ഇതിനെ വേറെ രീതിയിൽ ആലോചിക്കാം. അതായത് 1, 3, 5, 7 0ന് പകരം 7 ആണെന്ന് കരുതാം. അപ്പോൾ നമ്മൾ എത്ര നാലക്ക സംഖ്യകൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു? മുൻപ് 24 എണ്ണമാണ് കണ്ടുപിടിച്ചിരുന്നത്. നമുക്കറിയാം ഈ 24 എണ്ണത്തിൽ 6 എണ്ണത്തിൽ ആദ്യ അക്കം 7 ആയിരുന്നു. ഇപ്പം നമ്മൾ ഈ 7ന് പകരം നമ്മൾ 0 എടുത്തു എന്ന് കരുതാം. പക്ഷേ 0 എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈ 6 സംഖ്യകൾക്ക് പകരമല്ല, അല്ലല്ലോ. കാരണം 0 തുടങ്ങുന്ന നമ്പർ എന്ന് പറയുന്നത് നാലക്ക സംഖ്യ ആയിരിക്കില്ല. അപ്പം നമുക്ക് ആ 6 എണ്ണം അതിൽ നിന്നും മൈനസ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് 24 എണ്ണത്തിൽ നിന്ന് ഈ 6 എണ്ണം മൈനസ് ചെയ്താൽ ബാക്കി എത്ര നമ്പറുകൾ നാലക്കം കിട്ടും? നമുക്ക് 18 അക്കങ്ങൾ കിട്ടും. ഇനി നമുക്ക് എന്താണ് ഈ കാപ്രൈക്കർ സംഖ്യ എന്ന് നോക്കാം. ഏതെങ്കിലും നാലക്കങ്ങൾ എടുത്ത് അവയെല്ലാം ചേർത്ത് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും ഏറ്റവും വലിയ നാലക്ക സംഖ്യയും എഴുതുക. ഉദാഹരണമായിട്ട് 2, 3, 5, 6 എന്നീ അക്കങ്ങളാണ് എടുക്കുന്നതെങ്കിൽ വലിയ സംഖ്യ ഏതായിരിക്കും? 6532. ചെറിയ സംഖ്യയോ 2356. ഇവയുടെ വ്യത്യാസം എത്രയായിരിക്കും? 4176 ആണ്. ഇനി ഈ വ്യത്യാസത്തിലെ അക്കങ്ങൾ ഉപയോഗിച്ച് ഈ ക്രിയകൾ ആവർത്തിക്കുകയാണ്. അതിലെ വലിയ സംഖ്യ ആദ്യം എഴുതും, ചെറിയത് പിന്നെ എഴുതും. അതിൽ മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 6174 കിട്ടും. 6174 അക്കങ്ങൾ എടുത്ത് ഈ ക്രിയകൾ വീണ്ടും ആവർത്തിക്കുക.
മറ്റേതെങ്കിലും നാലക്കങ്ങളെടുത്ത് ഈ ക്രിയകൾ 6174 എന്ന സംഖ്യയിൽ തന്നെ അവസാനിക്കുന്നുണ്ടോ? മഹാരാഷ്ട്രയിലെ സ്കൂൾ അധ്യാപകനായിരുന്ന കാപ്പേക്കർ എന്ന ഗണിതശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. അതിനാൽ 6174 കാപ്പറേക്കർ സംഖ്യ എന്നാണ് അറിയപ്പെടുന്നത്. മറ്റൊരു സംഖ്യകളും ഇതുപോലെ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു നമ്പറിനെ കാപ്പറേക്കർ സംഖ്യ എന്ന് വിളിക്കുന്നത്. ഇനി നോക്കൂ, ഈ ചോദ്യങ്ങൾ നോക്കിയേ. ഒന്നാമത്തെ ചോദ്യം, 0 എന്ന അക്കം വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകളോ? ആദ്യത്തെ നോക്കാം. 0 ഉള്ളത് ഏതൊക്കെയാണ്? 10, 20, 30, 40 അങ്ങനെ എഴുതി 90 വരെ എഴുതാം. എത്ര എണ്ണം കിട്ടും? നമുക്ക് 9 എണ്ണമാണ് കിട്ടുന്നത്. ഇനി 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ രണ്ടക്ക സംഖ്യകൾ നമുക്കറിയാം 10 മുതലാണ് തുടങ്ങുന്നത് 99 വരെ. എത്ര എണ്ണം ഉണ്ട് അതിൽ? 90 എണ്ണമാണ് നമുക്കുള്ളതെന്നറിയാം. ഇനി അതിൽ 0 പാടില്ല. 0 ഉള്ളത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ, 9 എണ്ണം. അപ്പം നമുക്ക് 0 ഇല്ലാത്ത സംഖ്യകൾ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? 99 നിന്നും 90 നിന്നും ഈ 9 എണ്ണം മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടും? 81 നമ്പറുകളാണ് നമുക്ക് 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകൾ വരുന്നത്. സെക്കൻഡ് ചോദ്യം നോക്കൂ. അതിൽ ഫസ്റ്റ് വൺ, 2 പൂജ്യമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? ഏതൊക്കെയാണ്? 100, 200, 300 അങ്ങനെ 900 വരെ എഴുതി കഴിഞ്ഞാൽ എത്ര എണ്ണം കിട്ടും? നോക്കൂ, 9 എണ്ണമാണ് മൂന്നക്ക സംഖ്യകൾ 2 പൂജ്യം ഉള്ളത് കിട്ടുന്നത്. രണ്ടാമത്തെ ചോദ്യം, 1 പൂജ്യം മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 1 പൂജ്യം വരുന്ന 2 സാധ്യതകളാണ് നമുക്കുള്ളത് അല്ലേ. 10ന്റെ സ്ഥാനത്ത് 0 വരുന്ന മൂന്നക്ക സംഖ്യകളും ഒറ്റയുടെ സ്ഥാനത്ത് 0 വരുന്ന മൂന്നക്ക സംഖ്യകളാണ് നമുക്കുള്ളത്. 10ന്റെ സ്ഥാനത്ത് ഏതൊക്കെ വരിക? 100ന്റെയും 110ന്റെയും ഇടയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. 101, 102 അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 109 വരെ നമുക്ക് എത്ര എണ്ണം കിട്ടും? 9 സംഖ്യകളാണ് കിട്ടുന്നത്. 10ന്റെ സ്ഥാനത്ത് 0 വരുന്നത്. ഇനി 200ന് മുകളിൽ നോക്കുകയാണെങ്കിലോ 201, 202 അങ്ങനെ 209 വരെ എഴുതി കഴിഞ്ഞാൽ 9 എണ്ണം. അങ്ങനെ നമ്മൾ 901, 902, 909 വരെ എഴുതുമ്പോഴും 9 എണ്ണം. മൊത്തം നമുക്ക് എത്ര എണ്ണം കിട്ടും? 9 എണ്ണം വീതം 9 ലൈനിൽ എത്ര എണ്ണം? 81 എണ്ണം വീതം കിട്ടും. ഇതുപോലെ ഒറ്റയുടെ സ്ഥാനത്ത് 0 വരുന്ന മൂന്നക്ക സംഖ്യകൾ നോക്കുമ്പോൾ 110, 120 അങ്ങനെ 190 വരെ 9 എണ്ണം. 210, 220, 290 വരെ 9 എണ്ണം. അങ്ങനെ നമ്മൾ മൊത്തം 910, 920, 990 വരെ എഴുതി കഴിഞ്ഞാൽ 9 സംഖ്യകൾ. മൊത്തം നേരത്തെ ചെയ്തതുപോലെ തന്നെ 81 സംഖ്യകളാണ് കിട്ടുക. അപ്പോൾ 1 പൂജ്യം മാത്രമുള്ള മൂന്നക്ക സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടും. 81 + 81 162 എണ്ണം കിട്ടും. തന്നെ സി പാട്ട് നോക്കൂ. 0 ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? നമുക്കറിയാം ആകെ മൂന്നക്ക സംഖ്യകൾ 900 ആണ്. 2 പൂജ്യം ഉള്ള മൂന്നക്ക സംഖ്യകൾ 9 എണ്ണവും 1 പൂജ്യം ഉള്ള മൂന്നക്ക സംഖ്യകൾ 162 എണ്ണമാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ 0 ഇല്ലാത്ത മൂന്നക്ക സംഖ്യകൾ കണ്ടെത്താൻ എന്ത് ചെയ്യണം? ആകെ മൂന്നക്ക സംഖ്യകളിൽ നിന്നും 1 പൂജ്യമുള്ള മൂന്നക്ക സംഖ്യകളും 2 പൂജ്യമുള്ള മൂന്നക്ക സംഖ്യകളും കുറച്ചാൽ മതി. ആയതിനാൽ 0 ഇല്ലാത്ത മൂന്നക്ക സംഖ്യകൾ സമം 900 - 9 + 162 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 729 കിട്ടും. അടുത്ത ചോദ്യം നോക്കൂ. ഒരു അക്കം തന്നെ ആവർത്തിച്ചു വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? ഒരക്കം തന്നെ 3 തവണ ആവർത്തിച്ചു വരുന്ന മൂന്നക്ക സംഖ്യകളോ? എങ്ങനെയൊക്കെ ആയിരിക്കും? ഒരു രണ്ടക്ക സംഖ്യയിലെ ഒരേ അക്കം ആവർത്തിച്ചു വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 11, 22, 33, 44, 55, 66, 77, 88, 99 ആണ്. ഒരു മൂന്നക്ക സംഖ്യയിലെ ഒരേ അക്കം 3 തവണ ആവർത്തിച്ചു വരുന്ന സംഖ്യകളോ? 111, 222 അങ്ങനെ തുടർന്ന് 999 വരെ. ആയതിനാൽ ഒരേ അക്കം ആവർത്തിച്ചു വരുന്ന രണ്ടക്ക സംഖ്യകൾ എത്ര ഉണ്ട്? 9 എണ്ണവും. അതുപോലെ ഒരേ അക്കം ആവർത്തിച്ചു വരുന്ന 3 തവണ ആവർത്തിച്ചു വരുന്ന 9 മൂന്നക്ക സംഖ്യയുമുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. അക്കങ്ങളെല്ലാം തിരിച്ചിട്ടാലും മാറാത്ത സംഖ്യകളുണ്ട്. ഉദാഹരണമായി 46,764. ഇത്തരം സംഖ്യകളെ ഇരുവഴി സംഖ്യകൾ അഥവാ പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. രണ്ടക്ക സംഖ്യകളിൽ എത്ര എണ്ണം ഇരുവഴി സംഖ്യകളാണ്? നമുക്ക് നോക്കാം. രണ്ടക്ക ഇരുവഴി സംഖ്യകൾ ഏതൊക്കെയാ? 11, 22, 33, 44 അങ്ങനെ 99 വരെ. ആകെ എത്ര ഉണ്ട്? 9 രണ്ടക്ക ഇരുവഴി സംഖ്യകളാണ് ഉള്ളത്. ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. മൂന്നക്ക സംഖ്യകളിൽ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. 101, 202, 303 അങ്ങനെ 909 അങ്ങനെ വരുമ്പോൾ എത്ര ഉണ്ട്? 9 എണ്ണമാണുള്ളത്. ഇനി 111, 212, 313, 919 അങ്ങനെ 9 സംഖ്യകൾ. അടുത്ത സെക്ഷൻ എഴുതുകയാണെങ്കിൽ 121, 222, 323 അങ്ങനെ 929 വരെ 9 സംഖ്യകൾ. ഇനി താഴത്തേക്ക് 191, 292, 393, 999 അങ്ങനെയും 9 സംഖ്യകൾ. ആയതിനാൽ ആകെ മൂന്നക്ക സംഖ്യകളിൽ ഇരുവഴി സംഖ്യകൾ എന്ന് പറയുന്നത് 10 × 9 90 എണ്ണമാണ്. ഒന്നാമത്തെ ചോദ്യം, നാലക്ക സംഖ്യകളിലായാലോ എന്ന്. നാലക്ക സംഖ്യകളിൽ ഏതൊക്കെ വരും? 1001, 2002, 3003 അങ്ങനെ 909 വരെ 9 എണ്ണം. ഇനി 1111, 2112, 3113 അങ്ങനെ 9 എണ്ണം. ഇനി അടുത്ത ഇതുപോലെ താഴേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1991, 2992, 3993, 9999 അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 9 സംഖ്യകൾ. ആയതിനാൽ ആകെ നാലക്ക സംഖ്യകളിൽ ഇരുവഴി സംഖ്യകൾ എന്ന് പറയുന്നത് 10 × 9 നേരത്തെ പോലെ തന്നെ 90 തന്നെയാണ്.
അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. 1, 2, 3, 4 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എത്ര നാലക്ക സംഖ്യകൾ നമുക്ക് ഉണ്ടാക്കാം? അവയെല്ലാം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? നോക്കൂ, 4 സംഖ്യകൾ ഉപയോഗിച്ച് നാലക്ക സംഖ്യകൾ നമുക്ക് എത്ര രീതിയിൽ കണ്ടുപിടിക്കാന്നുള്ള മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. 4 × 6 = 24 രീതിയിലാണ് നമുക്ക് 24 എണ്ണം നമുക്ക് കിട്ടും നാലക്ക സംഖ്യകൾ. ഇനി ഇതിൽ 1, 2, 3, 4 ഇവയിൽ ഓരോ നമ്പറും ഉപയോഗിച്ച് നാലക്ക സംഖ്യകൾ നമുക്ക് 6 രീതിയിലാണ് നമ്മൾ എഴുതിയിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാം? ഒറ്റയുടെ സ്ഥാനത്ത് 1, 2, 3, 4 ആണ് വരുന്നത്. ഓരോന്നും 6 തവണ വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 6 × ബ്രാക്കറ്റിൽ 1 + 2 + 3 + 4 ചെയ്യുക. 6 × 10 കിട്ടും. 60 പ്രാവശ്യമാണ് വരുന്നത്. ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യകളുടെ തുക 60. ഇതുപോലെ 10ൻ്റെയും 100ൻ്റെയും 1000ൻ്റെയും സ്ഥാനത്ത് വരുന്ന സംഖ്യകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാം? 60 + 10ൻ്റെ സ്ഥാനത്താവുമ്പോൾ 60 × 10 ചെയ്യുക, പ്ലസ് 100ൻ്റെ സ്ഥാനത്തിന് 60 × 100 പ്ലസ് 60 × 1000 ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമുക്ക് 66,660 കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ചാപ്റ്റർ നമ്മുടെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം തന്നിരിക്കുന്ന ഈ നമ്പർ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണ്, ഏറ്റവും ചെറിയ നമ്പറും. അപ്പോൾ അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ റിപ്ലൈ അയയ്ക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.